മലയാള ചലച്ചിത്രവേദിയിലെ ഒരു അഭിനേതാവാണ് സുരാജ് വെഞ്ഞാറമൂട്. ആദ്യകാലങ്ങളിൽ ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ച സുരാജ് പിന്നീട് ചലച്ചിത്രങ്ങളിൽ നല്ല ഹാസ്യവേഷങ്ങൾ ചെയ്ത് ശ്രദ്ധേയനായി. മിമിക്രിയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് കടക്കുന്നത്. 2013 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 2019 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. 2000 തൊട്ട് 2010കളുടെ മധ്യത്തിലും അദ്ദേഹം നിരവധി സിനിമകളിൽ ഹാസ്യവേഷങ്ങൾ ചെയ്തു. മികച്ച ഹാസ്യ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 3 തവണ നേടി. പിന്നീടുള്ള കരിയറിൽ സ്വഭാവ നടനത്തിലും പ്രധാന വേഷങ്ങളിലും അദ്ദേഹം വിജയം കണ്ടെത്തി. 2013 പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ നായകവേഷത്തിന് സുരാജ് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടി. 2019 ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വികൃതി എന്നീ ചിത്രങ്ങൾക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി. ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് സുരാജ് തന്റെ കരിയറിൽ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മിമിക്രി ഷോകൾ പ്രേക്ഷകർക്കിടയിൽ വിജയകരമായിരുന്നു. ജഗപൊക എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യം അഭിനയിച്ചത്. അത് മലയാള സിനിമകളുടെ ഒരു കപടതയായിരുന്നു. ഈ സിനിമയിൽ പച്ചൻ, ദാദാസാഹിബ് എന്നീ വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. എന്നിരുന്നാലും ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. നെഗറ്റീവ് അവലോകനങ്ങൾ ലഭിച്ചു. തുടർന്ന് രസികൻ, അച്ചുവിന്റെ അമ്മ, ബസ് കണ്ടക്ടർ, രസതന്ത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ സുരാജ് നിരവധി ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു. രാജമാണിക്യം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ തിരുവനന്തപുരം ഭാഷ സഹായിച്ചതിന് ശേഷമാണ് സുരാജ് മലയാള ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. തുടർന്ന് നിരവധി കോമഡി ചിത്രങ്ങളിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും അവിസ്മരണീയമായ ഓൺ സ്ക്രീൻ ജോഡികളിൽ ഒരാളായി ഈ ജോഡി കണക്കാക്കപ്പെടുന്നു. 2006 പുറത്തിറങ്ങിയ തുറുപ്പുകുലാൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ആദ്യ വഴിത്തിരിവ് ലഭിച്ചത്. അവിടെ അദ്ദേഹം മമ്മൂട്ടി എന്ന കഥാപാത്രത്തിന് സൈഡ് കിക്ക് വേഷം ചെയ്തു. തുടർന്ന് ക്ലാസ്മേറ്റ്, പച്ചക്കുതിര, ചോട്ടാ മുംബൈ, ഹെലോ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ സുരാജ് കോമഡി വേഷങ്ങൾ ചെയ്തു. 2007 മമ്മൂട്ടി നായകനായ മായാവി എന്ന ചിത്രത്തിലൂടെയാണ് സുരാജിന് വീണ്ടും പ്രധാന സഹനടന വേഷം ലഭിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പ്രധാന വഴിത്തിരിവായി മാറി. 2008 പുറത്തിറങ്ങിയ അണ്ണൻ തമ്പിയിലെ പീതാംബരൻ എന്ന കഥാപാത്രത്തിലൂടെയും 2008 പുറത്തിറങ്ങിയ ലോലിപോപ്പിലെ ജബ്ബാർ എന്ന ചിത്രത്തിലൂടെയും സുരാജ് പ്രശംസ ലഭിച്ചു. 2009 പുറത്തിറങ്ങിയ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി പ്രധാന വേഷം ചെയ്തത്. സുരാജിന്റെ ഐക്കോണിക് കോമഡി കഥാപാത്രമായ ദശമൂലം ദാമു മമ്മൂട്ടിയെ നായകനാക്കി പുറത്തിറങ്ങിയ ചട്ടമ്പിനാട് എന്ന ചിത്രത്തിലൂടെയാണ് ഈ കഥാപാത്രം പുറത്തിറങ്ങിയത്. ചട്ടമ്പിനാട് പുറത്തിറങ്ങിയതിന് വർഷങ്ങൾക്ക് ശേഷം ഈ കഥാപാത്രം ജനപ്രിയമാവുകയും ഒടുവിൽ ഒരു ആരാധനാ പദവി നേടുകയും ചെയ്തു. 2009 പുറത്തിറങ്ങിയ ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് നേടിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്. ഒരു നാൾ വരും, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്നീ ചിത്രങ്ങൾക്ക് യഥാക്രമം 2010 13 2 തവണ പുരസ്കാരം നേടി. പോക്കിരി രാജ എന്ന ചിത്രത്തിലൂടെ പുറത്തിറങ്ങിയ ഇടിവെട്ട് സുഗുണനാണ് സുരാജിന്റെ മറ്റൊരു ജനപ്രിയ ഹാസ്യ കഥാപാത്രം. ദിലീപ് നായകനായ കോമഡി ചിത്രമായ കാര്യസ്ഥനിലെ വടിവേലുവിന്റെ വേഷത്തിലും അദ്ദേഹം പ്രശംസിക്കപ്പെട്ടു. 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ, തേജാബായ് ആൻഡ് ഫാമിലി എന്നീ സിനിമകളിൽ സുരാജ് അവിസ്മരണീയമായ ചില വേഷങ്ങൾ ചെയ്തു. മല്ലു സിംഗ്, മിസ്റ്റർ മരുമകൻ, 101 വെഡ്ഡിങ്സ്, മാന്ത്രികൻ, സൗണ്ട് തോമ, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്നിങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ ഹാസ്യവേഷങ്ങൾ അവതരിപ്പിച്ചത് സുരാജാണ്. 2013 61ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് നേടിയതോടെയാണ് സുരാജിന്റെ കഥാപാത്രത്തെയും നായക വേഷങ്ങളെയും അവതരിപ്പിക്കാനുള്ള കഴിവ് പുറത്തുവന്നത്. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ജൂറി ചെയർമാനുമായ സയ്യിദ് മിർസ ഒരു പത്രസമ്മേളനത്തിൽ സുരാജിന്റെ അവാർഡ് പ്രഖ്യാപിക്കവേ പറഞ്ഞു, സിനിമയിൽ ഒരു മുനിസിപ്പൽ തൂപ്പുകാരന്റെ വേഷമാണ് സുരാജ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് അവിശ്വസനീയമാം വിധം മാന്യമായ പ്രകടനമാണ്. അദ്ദേഹം കോമഡിയിൽ മികവ് പുലർത്തുന്നു. പക്ഷേ ഈ ചിത്രത്തിൽ സുരാജ് ഒരു മടിയില്ലാത്ത കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവാർഡ് ജേതാക്കളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ലാതിരുന്നെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല.
2016 പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ ഒരു മികച്ച അതിഥി വേഷത്തിലൂടെ സുരാജിന് നിരൂപക പ്രശംസ ലഭിച്ചു. ഈ ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവും അഭിനയത്തിലൂടെ പൂർണ്ണമായ പരിണാമത്തിന് വിധേയനായ ഒരു വഴിത്തിരിവുമായിരുന്നു. കരിങ്കുന്നം 6-ൽ അദ്ദേഹം ഒരു ക്രൂരനായ പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ചു. ഒരു മുത്തശ്ശി കഥയിൽ അദ്ദേഹം പ്രധാന വേഷം ചെയ്തു. 2016 ബ്ലോക്ക് ബസ്റ്റർ പുലിമുരുകനിലൂടെ കോമഡി വേഷത്തിൽ സുരാജ് തിരിച്ചെത്തി. 2017 പുറത്തിറങ്ങിയ എബി എന്ന സിനിമയിൽ അദ്ദേഹം ഒരു സ്വാർത്ഥനായ അയൽക്കാരന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെയാണ് സുരാജിന്റെ മറ്റൊരു നിരൂപക പ്രശംസ നേടിയ പ്രകടനം കാഴ്ചവെച്ചത്. അവിടെ ഫഹദ് ഫാസിലിനോടൊപ്പം അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് പ്രശംസയും ലഭിച്ചു. തുടർന്ന് വർണ്ണ്യത്തിൽ ആശങ്ക, കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം പ്രധാന വേഷത്തിൽ ചെയ്തു. 2019 പുറത്തിറങ്ങിയ സൗബിൻ ഷാഹിറിനൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിച്ച വികൃതി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹം നേടി. പൃഥ്വിരാജിനൊപ്പം ഡ്രൈവിംഗ് ലൈസൻസിലെ അഭിനയത്തിനും അഭിനന്ദനങ്ങൾ ലഭിച്ചു. 2021 വിവിധ ചലച്ചിത്ര നിരൂപകരിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ ലഭിക്കുകയും പ്രേക്ഷകർക്കിടയിൽ മികച്ച സ്വീകാര്യത നേടുകയും ചെയ്തു. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ സുരാജ് പ്രധാന വേഷം ചെയ്തു. 2022 പൃഥ്വിരാജ് നായകനായ ജനഗണ മനയിൽ അദ്ദേഹം ഒരു പ്രധാന വേഷം ചെയ്തു. അത് നിരൂപക പ്രശംസ നേടുകയും വാണിജ്യ വിജയമാവുകയും ചെയ്തു. ഇപ്പോൾ ഇതാ പടക്കളം എന്ന സിനിമ നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ സുരാജേട്ടൻ നമ്മളെ ചിരിപ്പിക്കാനായി ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് പ്രശംസിക്കുന്നു.